ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു നടൻ്റെ വീടാണ്. അതിനുപരി അദ്ദേഹം വളരെ 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 സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ആ സ്നേഹം മൊത്തം നമുക്ക് ആ ബ്യൂട്ടിഫുൾ വീട്ടിൽ കാണാം. ഐ പേഴ്സണലി തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെലിബ്രിറ്റി ഹോംസ് ഇൻ കേരള. പിന്നെ ആള് കുറച്ചൊരു പരിഷ്കാരിയും കൂടെയാണ്. പരിഷ്കാരിയാണെന്ന് പറഞ്ഞു കുട്ടിയപ്പാ. ഫാദർ ഇൻ ലോ ആണല്ലേ? അങ്ങനെ കുറെ കാലമായിട്ട് പ്രിയ പറയുന്നുണ്ട്. നമ്മള് വ്ളോഗ് തുടങ്ങിയപ്പോ തൊട്ട് പറയാണ് ആ സെലിബ്രിറ്റിയുടെ വീട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. എത്തിപ്പെട്ടു. അതെ, നമ്മുടെ ഷോപ്പിന് തൊട്ടടുത്താണെങ്കിലും നമുക്ക് ഇതുവരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സമയമുണ്ട് എന്ന് പറയില്ലേ? അതെ, സമയമുണ്ട് ദാസാ. പ്രിയ ഭയങ്കര ഹൈപ്പാണ് തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വെദർ ഇറ്റ് ലിവ്സ് അപ് ടു ദ വൈബ്. ആരുടെ വീടാന്ന് പറ. ഇത് നമ്മുടെ കുഞ്ചൻ അങ്കിൾ, ആക്ടർ കുഞ്ചൻ. എല്ലാവർക്കും അറിയാലോ, കുഞ്ചൻ അങ്കിളുടെ വീടാണ്. പനമ്പള്ളി നഗറിൽ ഒരു കുഞ്ചനങ്ങളുടെ വീട് അറിയാത്തവർ ആർക്കും ഇല്ല. അത്ര ഫേമസ് ആണ് കുഞ്ചനങ്ങളുടെ വീട്. അത് എന്തുകൊണ്ടാണെന്ന് അകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് തന്നെ കണ്ടാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലില്ലേ ഹൗസ് അല്ലേ? യൂറോപ്യൻ സ്റ്റൈലാണ്. പിന്നെ നമ്മള് ഗേറ്റിൽ നിന്ന് കയറി ചെല്ലുമ്പോ തന്നെ ഫുൾ ഗാർഡനും ബേർഡ് ഹൗസും വെരി വെൽ മാനിക്യൂർഡ് ഗാർഡനും. വേറൊരു കാര്യം ഞാൻ കേട്ടിരിക്കുന്നത് എന്താണോ, അങ്കിള് ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമല്ലോ, അവിടുന്ന് ഇതുമാതിരി ഓരോന്ന് പിക്ക് ചെയ്താണ് വീട് ഹൗസ് ഹോം ആക്കിയത്. അതെ, ഇവിടുന്ന് പോലെ ഇത് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാ, ഞാൻ ഇത് ഇവിടുന്ന് കൊണ്ടുവന്നതാ, അങ്ങനെയാ. നമ്മളെ പോലെ തന്നെ നമ്മളെല്ലാം എവിടെയെങ്കിലും മാറ്റി വെക്കും, കുഞ്ഞുങ്ങൾ അത് ഡെക്കറേറ്റ് ചെയ്യും. കേറുമ്പോ തന്നെ ഉള്ള ഞാൻ പറയില്ല, ഇതാണ് ഗാർഡൻ ഏരിയ വരുന്നത്. ചെറിയൊരു ഏരിയ ആണെങ്കിലും ഭയങ്കര കളർഫുള്ളും ഒരു റിസോർട്ട് ഫീലിംഗ് അല്ലെ? ശരിക്കും ഒരു റിസോർട്ട് ഫീലിംഗ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. കിളിക്കൂട്, താറാവിന്റെ ഒരു ഇത് ഫ്ലവർ പോട്ട്, ഒരു ഫ്രോഗ് അല്ലേ? വെരി ബ്യൂട്ടിഫുൾ. എന്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പേ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുള്ളതുണ്ട്. ഗാർഡനും ഇവിടുത്തെ കുറെ ക്വേർക്കി സാധനങ്ങളുണ്ട്. ഇത് കണ്ട ഇവിടുത്തെ ഈ ഫ്ലവർ പോട്ട്സിനും എല്ലാം അങ്ങള് ഓരോരോ സ്ഥലത്ത് ട്രാവൽ ചെയ്തപ്പോൾ കൊണ്ടുവന്നതാണ്. നമുക്ക് ഇതെല്ലാം ഗോംസ്, അതുപോലെ തവള, ഫ്ലവർ പോട്ട്സ്, അത് ഞാൻ കണ്ടു. സോ ക്യൂട്ട്. അതുപോലെ തന്നെ വെളിയിലത്തെ സിറ്റ് ഏരിയ, സിറ്റ് ഔട്ട്, എന്ത് രസം നോക്ക്. ആൻഡ് ടൈറ്റാനിക്കിന്റെ മണി നോക്ക്, അത് ശ്രദ്ധിച്ചാ? ടൈറ്റാനിക്കിന്റെ മണിയാണ്. ഇവന്റെ വെൽക്കം ബോർഡ് എല്ലാത്തിനും ഒരു വേറെ എവിടെയും കാണില്ല, ലോകത്തിൽ ചിലപ്പോൾ വേറെ എവിടെയും കാണില്ല. അങ്ങനത്തെ ഒരു കളക്ഷൻ ആണ് ഈ വീട്ടിലുള്ളത്. അത് മാത്രല്ല, ഈ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഇൻസ്റ്റാഗ്രാമബിൾ ഹൗസ് ആണ്. അതെ, പ്ലീസ് ഡു കം അവന്യൂ സെന്റർ. അപ്പോ അങ്കിളുടെ ട്രാവൽ ചെയ്ത് ഓരോരോ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച ഓരോരോ യുണീക്ക് എന്താ പറയാ ഭയങ്കര എക്സ്പെൻസ് ഒന്നല്ല, നമുക്ക് മെമ്മറീസ് ഉള്ള ഒരു ഫീൽ ഉള്ള ഓരോരോ പക്ഷെ കൊച്ചു സാധനങ്ങള് കൊച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. എത്ര വർഷമായിട്ട് കളർ തുടങ്ങിയായിരിക്കും അങ്കിൾ ഇത്? സിനിമയിൽ വന്നിട്ട് ആദ്യം കാലമായിട്ടില്ല, 53 വർഷം. എത്ര? 53 വർഷമായി. എല്ലാവർക്കും അറിയാതെ ഭയങ്കര സംസാരമാണ്.
സ്വന്തം ഭാര്യ. വേറൊരു കാര്യം അറിയോ, ഞാൻ ആ ഏറ്റവും നല്ല മെമ്മറബിൾ ഞാൻ ഒരു ഫിലിം ചെയ്തിരിക്കുന്ന കുഞ്ചിനങ്ങളുടെ കൂടെയാ. ഞാൻ മുംബൈ പോലീസില് അതിൽ കുഞ്ചിനങ്ങളുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഓർമ്മയുണ്ടോ അങ്കിളിന്? ഒരു ഭയങ്കര ലെങ്തി ഡയലോഗാ. അത് പറഞ്ഞ് അന്ന് രാജുവും റോഷനായിട്ടും എല്ലാരും എഴുന്നേറ്റ് കൈ അടിച്ച ഒരു സീനുണ്ട്. 55 ഇയേഴ്സിന് ഓണറിങ്. ഓ 55 ഇയേഴ്സ് എന്താ അല്ലേ? അപ്പൊ അങ്ങനെ ഏത് ഏജിലാ സിനിമ വന്ന്? എത്ര? 22 ഇയേഴ്സിൽ വന്നതാ. അബദ്ധത്തിലോ? അത് ഞങ്ങൾക്കത് ഭാഗ്യം. ഒരുപാട് ചിരി വന്ന ഒരു സീൻസ് ഇപ്പോഴും ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ അങ്കിളിന്റെ മെയിൻ കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണേ. എന്തൊരു സിനിമയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യുമ്പോ വാങ്ങിയാണ്. സാധാരണ ഈ ലേഡീസ് അല്ലേ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്ന കാണുന്നത്. എനിക്കൊന്ന് ഡാഡിയും കുഞ്ചിനങ്കളും ആണ്. പ്രിയയുടെ അച്ഛനും ഇതുപോലെയാ. പക്ഷെ ഇത്രയൊന്നും കളക്ഷൻ ഇല്ല. പക്ഷെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. ഇതൊക്കെ ഓരോ രാജ്യത്ത് പോകുമ്പോ ഇങ്ങനെ കുളിച്ചുമ്പോഴെല്ലാം കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടാവില്ല, ഈ നാടകത്തിന്റെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ കൂട്ടത്തിൽ അറിയാതെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന പ്രോഗ്രാംസ് ഒരുപാടുണ്ടായിരുന്നു. ഇതപ്പോ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നോ? പക്ഷെ ഫ്ലൈറ്റിൽ എന്തോ രക്ഷപ്പെട്ടാണ്. ഇവരുടെ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു നാടകത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ പ്രോപ്സ് പോലെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അങ്കിൾ എവിടുന്നോ അമേരിക്കയിൽ നിന്നും മടിയിൽ വെച്ചിട്ട് ആ ഫ്രണ്ടിൽ കണ്ട 2 ഡോഗ്സ് മടിയില് ഫ്ലൈറ്റിൽ മടിയിൽ വെച്ചോണ്ട് വന്നാണ്. ഏറ്റവും മെമ്മറി ഉള്ള കുറച്ച് സാധനങ്ങൾ ഏത് അങ്കിളിന് കൊണ്ടുവന്നത്? മോനെ എല്ലാം നമ്മൾ മെമ്മറബിൾ ആണ്. എല്ലാം മക്കളാണ്. അവര് പറയായിരുന്നു എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. കുഞ്ചിനങ്ങളുടെ ഗ്രാൻഡ് ഫാദർ. ഞാൻ ശരിക്കും വിചാരിച്ചിട്ട് ഗ്രാൻഡ് ഫാദർ അവനെന്താ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ ഒക്കെ വിചാരിക്കും. ഓ അത് അങ്കിളാണ്, പുള്ളി ഒറ്റയ്ക്കാണെന്ന്. ഇതൊക്കെ ഇവിടുന്ന് തന്നെയാണോ അതോ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്നതാണ്? ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഡോഗ്സിന്റെ കുറെ ഉണ്ടല്ലോ. എന്നാ ശ്വേതനെ നോക്കിയാണുള്ളത് പറഞ്ഞ. ആർക്ക് ഇല്ലേ? പേടിയാണോ? ഇത് സിംഗപ്പൂരിന്. ജപ്പാനിന് ഏതാ? ഫിഷിന്റെ. ഓക്കെ. ഇതൊക്കെ ജപ്പാനിന്ന്. ഇത് ഏത് കോർണർ നോക്കിയാലും സാധനങ്ങളാണ്. ആനിമൽസ്. ഒരുപാട് ആനിമൽ റെഫറൻസസ് ഉണ്ട്. അത് വീട്ടില് ഫ്രണ്ടിന് കേറുമ്പോ തന്നെ മനസ്സിലാവും. ഗാർഡൻ കാണുമ്പോ തന്നെ മനസ്സിലാവും. ശ്വേതയുടെ 2 പേര്. ശ്വേതയുടെ മൂത്താളുടെ പേരെന്താ അറിയോ? നിഹാലല്ല, എനിക്കറിയാം. ഭയങ്കര രസമായിട്ടുണ്ട്. മെക്സിക്കോ. അപ്പൊ അങ്ങനെ എത്ര രാജ്യത്ത് പോയിട്ടുണ്ട്? ആക്ച്വലി പോയിട്ടുണ്ട്. പ്രോഗ്രാംസിന് പോകുന്ന ഷൂട്ടിങ്ങിനായിട്ട് ഏതൊക്കെയാ? ഷൂട്ടിങ്ങിന് കമലഹാസന്റെ കൂടെ കുറച്ച് രാജ്യങ്ങള് മന്മഥൻ അമ്പു എന്ന് പറഞ്ഞിട്ട് കല്യാണം അഭിനയിച്ചു. അത് പഴയ പടം. പഴയ പടം. ഞങ്ങൾ 15 ദിവസം ഷിപ്പിന്റെ അകത്തോ? ഷൂട്ടോ? ഓ അത് ഒരു 14 നിലയുള്ള ഒരു ഷിപ്പ്. ഓക്കെ. അതിനകത്ത് 14 ദിവസം. രാത്രി കിടക്കുമ്പോൾ ഉറക്കം പറ്റില്ല. നമ്മളെ പുറത്തേക്കൊക്കെ കടൽ മാത്രമേ ഉള്ളൂ. ടൈറ്റാനിക് ഓർമ്മ വരും. അപ്പൊ കമലഹാസന്റെ മൂവി ഫുൾ ഷിപ്പില്. അപ്പൊ അങ്കിള് ഈ സാധാരണ ഷൂട്ടിന് പോകുമ്പോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിന് പോകുമ്പോ ഇത് വാങ്ങാൻ എങ്ങനെ സമയം കിട്ടും? അല്ല, നമ്മളെ ചില ഗ്യാപ്പ് നമ്മൾ ഈ 15 ദിവസം ഒന്നിച്ച് വരില്ല. ഒരു ഗ്യാപ്പ് എല്ലാം കിട്ടുമ്പോൾ നമ്മൾ മുങ്ങും. ഇതിനു വേണ്ടി മാത്രം. അതെ അതെ. അത് ഡാഡിനെയും മനുവിനെയും പോലെ തന്നെ. ഷൂട്ട് ഇല്ലാത്ത ദിവസം അവിടെ എവിടെയൊക്കെ കറങ്ങാൻ പോകും. പക്ഷെ അങ്കിൾ എങ്ങനെ അറിയോ, വാങ്ങുമ്പോൾ ആലോചിക്കും ഇത് ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് കറക്റ്റ് ആയി. അതിന്റെ പ്ലാനിങ് കാണുമോ? അത് വെറുതെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ വെക്കുവാണോ? നമ്മുടെ വീട്ടിൽ എന്താ അനുയോജ്യമാണെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കണം. കൈവിട്ടു 1 ലക്ഷം രൂപ എടുത്ത് വേണം അതിനെ വാങ്ങിക്കണമെങ്കിൽ.
ഏതാ ജീവനുള്ളത് ആ ബേർഡിനെ പക്ഷെ അത് ജീവനോട് മനസ്സിൽ നമ്മുടെ വീടിന് അനുയോജ്യമല്ല. അതെ ഈ പ്ലെയിൻ നോക്കിയത് ശരിക്കും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെ ഇല്ലേ? അതെവിടെ നിങ്ങള്? അതൊക്കെ ദുബായ്. ദുബായിന്നാ. ഓക്കെ. അപ്പൊ ഇപ്പോഴും ഈ സാധനങ്ങൾ എവിടുന്നാന്നൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാം എന്നാലും 50 years ആയിട്ട് നടക്കുന്നതല്ലേ? പക്ഷെ അച്ഛക്ക് അച്ഛയുടെ വീട്ടിൽ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സാധനം പൊട്ടി എടുത്ത് മാറ്റിയാൽ മനസ്സിലാവോ? അറിയോ? എനിക്കൊരു ഗ്ലാസ് പൊട്ടിയാൽ അറിയാം. അയ്യോ കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ട് ക്യൂട്ടായിരിക്കും. പൊട്ടിപ്പോയിട്ടോ എന്നും പറയാനൊക്കെ. അവർക്ക് അത്രയല്ലേ പറയാൻ. ഇപ്പൊ ആന്റി പറഞ്ഞില്ലേ എന്തോർണം പൊട്ടിന്ന് 2 ദിവസം മുമ്പ് അടിയായിരുന്നു ഒന്ന്. അമ്മയായിട്ട് അമ്മ സ്ഥിരം ഫാസ്റ്റ് ആണ്. അമ്മ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറന്ന് പക്ഷെ അവർക്കൊന്നും അറിയില്ല കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല. പക്ഷെ അങ്കിള് വിഷമം വരില്ല. അയ്യോ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനം. ഓ അങ്കിളിന്റെ പരിപാടികൾ അതാണ് കണ്ട. അന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എന്താണ് അവരുടെ കമ്പനി. അതെന്നോട് കുറെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ഞാൻ പറയും. ഒരു ദിവസം ഞാൻ ഡാഡിയും അന്തുവിന്റെ അച്ഛനും കുഞ്ചനങ്ങളും കൂടെ ഇരിക്കുമ്പോ ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. വീഡിയോ സെൻസർഷിപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു. കുഞ്ചനങ്ങളുടെ ജോക്സ് അപ്പുള്ള ജോക്സ് കേട്ടോണ്ടല്ലോ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല. അന്ന് എല്ലാം സെൻസർ ചെയ്യേണ്ടി വരും. അതൊരു കോയിൻസിഡൻസ് അല്ലേ? ഞാനും അന്തും ബെസ്റ്റ് ഫ്രണ്ട്സും അല്ലെ. പോളങ്ങ് അന്തുന്റെ അച്ഛനും കുഞ്ചനങ്ങളും ഭയങ്കര ക്ലോസ് ഫ്രണ്ടാ. ഞാൻ വിളിച്ചു പക്ഷെ ഷോപ്പിൽ അവര്. ഇത് അങ്കിളിന്റെ ഈവനിങ് പരിപാടികള് അല്ലേ? ആഫ്റ്റർ 6 ഗ്ലാസസ് ഇത്രയുള്ള സാധാരണ ഗ്ലാസ് കുറെ കാണുമല്ലോ എന്റെ അകത്ത്. ഓരോ സ്ഥലത്ത് ഇന്ത്യ വാങ്ങിച്ച അച്ഛൻ അമ്മ പല ആളുകളും പക്ഷെ ഇനിയും അങ്കിള് പോയാൽ വാങ്ങോ? ഇപ്പൊ കുറവാ. നിറഞ്ഞ മുണ്ട് ഇവരൊക്കെ നമ്മളോട് ഇതൊക്കെ നോക്കാൻ ഇവര് നോക്കിയത്. ഒരുപാട് അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് അതിന്റെ ആരെങ്കിലും എടുത്തു കൊടുക്കും. അയ്യോ ജനറേഷൻ അത് എന്റെ അച്ഛനും അമ്മയും പറയാറുണ്ട്. ജനറേഷന്റെ വ്യത്യാസമുണ്ട്. ആ പക്ഷെ ഇതൊക്കെ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവുന്ന സാധനം അല്ലല്ലോ. ആ ഇമോഷണൽ ഡയലോഗ്സ് ഇടയ്ക്ക് അടിക്കുക. അതെല്ലാരും അടിക്കും. കാലം കഴിയും തോറും അതിന് വില വാല്യൂ കൂടത്തേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു ജനറേഷനിൽ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതല്ല ഇത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ട്രാവൽ ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ പറ്റില്ല. ഇല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതാണ് ഇതിനോട് ഇത്രയും അതല്ലാണ്ട് നമ്മളൊരു വീടിന് വേണ്ടി ഇങ്ങനെ ഇത്രയും കളക്ട് ചെയ്യുന്ന ഭയങ്കര യൂണീക്ക് ആയി തോന്നി. 7 വയസ്സാണ്. ആണോ? അമ്പോ മമ്മൂക്കയുടെ ഗിഫ്റ്റ് അത്. പിന്നെ ഞങ്ങള് ബോംബെ പോയപ്പം പുള്ളി ഒരു കട തുടങ്ങി അനിയന് വേണ്ടി. ഓക്കെ. അപ്പൊ ഇത് കണ്ടപ്പോ 6 വയസ്സ് 5 വയസ്സാണ്. അപ്പൊ കൊടുത്താ? ആ ഞാൻ കണ്ടു. അല്ല ആരാ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിട്ടുള്ള സാധനങ്ങള്? എന്റെ ഭാര്യ പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇതൊക്കെ എവിടെ മക്കളെ ഈ സാധനങ്ങള്? ജപ്പാൻ. ആ അതാണ് മൗണ്ട് ഫൂജി കാണുന്നണ്ട. അത് മൗണ്ട് ഫൂജി. ഇത് ലണ്ടനാ? ജപ്പാനിലൊക്കെ ഷൂട്ടിങ്ങിന് പോയതാ. ജപ്പാനിന്ന്. എന്ത് രസം നോക്കുന്നത്. അതൊക്കെ കുറേ വർഷമായിട്ടോ. ഇതൊക്കെ എവിടുന്നായിരിക്കും? എല്ലാം ഓരോ രാജ്യത്ത് വയോജന വിദ്യാഭ്യാസ ക്ലാസ്. അതാണ് ഇതെന്ന്. ഒന്നുമില്ല ബെഡ്റൂം. ഞങ്ങള് സാധാരണ നോർമലൊന്നുമല്ല. അവിടെയും തന്നെ കണ്ട ചെസ്റ്റ് ഉണ്ട്. നോക്ക് ആ ചെസ്റ്റ് വെച്ചിരിക്കുന്നത്. കമലഹാസൻ ഉണ്ട് ഇവിടെ. നോക്കട്ടെ. ഇത് കമലഹാസനും പിന്നെ കൂടെ. ഓ ഓക്കെ. ഇത് അച്ഛന് ഒരു മാഗസീനിൽ വന്നതാണ്. ശരിക്കും വന്നാണോ? റോക്ക് സ്റ്റാറിനെ പോലെയാണല്ലോ. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഞങ്ങൾക്കും അറിയാം. അന്നോട് ചോദിച്ചാൽ പറയാം എപ്പോഴാണോ ശരിക്കും റോക്ക് സ്റ്റാർ മെച്ചുവേർഡ് ആയെന്ന്. USA USA.
ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന രാജ്യം നമ്മളെ മൾട്ടിപ്പിൾ ടൈംസ് ദുബായ് തന്നെ. ദുബായ് തന്നെയാ. ദുബായാണ് ഫേവറേറ്റ് ആണോ ഇപ്പോഴും. ഇപ്പോഴും? ഏതാ ഇഷ്ടമാണോ ഷോപ്പിംഗ്? മോളിൽ പോയി ഫുഡ് ആൻഡ് ഷോപ്പിംഗ് ഐ തിങ്ക് ഇസ് ക്യൂരിയസ്. ഈ വീടിന് ഓക്കെ. വേണ്ടിയുള്ള സാധനങ്ങള് ക്ലോത്തിങ് അങ്ങനെയൊന്നും അല്ല. അല്ല അത്രയുള്ളൂ. ഫുഡ് എക്സ്പ്ലോർ ഇഷ്ടമാണോ അങ്കിളിന്? എല്ലാ ഫുഡും കഴിക്കും? എല്ലാം ഏകദേശം അങ്ങനെ നമ്മുടെ നാടൻ ഫുഡ് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ട്. ഏതായാലും നമുക്ക് ആ വിശപ്പിനും തന്നെ കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ പോലെ എക്സ്പ്ലോറിംഗ് അല്ല. എന്നാലും ഈസ് ഓപ്പൺ ടു ഫുഡ്. ഓപ്പൺ ടു ഫുഡ്. ഓക്കെ. അങ്ങനെ നാടൻ തന്നെ ചോറും കറിയും അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ ഇത്രയും കംഫർട്ടബിൾ. ഭയങ്കര ഇഷ്ടം. ആണോ? എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഹൗസ്? എത്ര വർഷം പഴക്കമുണ്ട് അങ്കിൾ? എടാ 18 വർഷമായത് വീട്, നമ്മുടെ വീട് 16. 16. പക്ഷെ ആ പാലം ഉണ്ടായ സമയത്ത് അത് എത്ര ഇയേഴ്സ് ആയിരുന്നു? അതിപ്പോ 35 years ആയി. 35. പാളർ 35 years ആയി അല്ലേ? അതാ അങ്കിളിന്റെ ഫസ്റ്റ് ഹൗസ് അവിടെ ആയിരുന്നു. ആ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ്. ഓക്കെ. ഈ ഹൗസ് ആണ് 16 years ആയത്. പക്ഷെ ഇതൊക്കെ കൊണ്ടുവരാനാണ് പാട്. കൊണ്ടുവരാനല്ല, ഇതൊക്കെ കണ്ട സാധാരണ ഇതിലൊക്കെ പൊടി കാണും. പക്ഷെ ഇതിലും ഇവിടെ ഒന്നിലും പൊടിയില്ല. അതാണ് എങ്ങനെയത്? അത് ഇങ്ങനത്തെ ഇത്രയും സാധനങ്ങളുള്ളപ്പോ. അല്ല അതാ അപ്പൊ ആരാ ചെയ്യുന്നത്? അങ്കിള് തന്നെയോ? തുടയ്ക്കുവോ? ഡാഡിനോട് പറ എല്ലാരും തുടക്കാൻ. വായിക്കാൻ പറയുന്നു. we do real, We do mistakes. we do I'm sorry. we do fun, we do hugs, we do second chances, we do happy, we do forgiveness, we do really loud, we do family, we do love. How sweet. എവിടെ അങ്കിൾ ഇത്? ഇത് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്ന് പറഞ്ഞ തന്നെയായിരിക്കും അല്ലേ? ഇതൊക്കെ ഇവിടെ ഉള്ളതല്ലേ? ഹോം സിക്നെസ് ഉണ്ടാവും അല്ലേ ആർക്ക്? അങ്കിളിന് ആണല്ലേ? വീട് വിട്ട് നിൽക്കാൻ ഈ വീട് വിട്ട് ഇതുങ്ങളെ എന്തെങ്കിലും വരുമ്പോ എന്തൊക്കെ പൊട്ടി കാണും എന്നുള്ളൊരു മുതല അയ്യോ വൃത്തിയായിരിക്കും, വൃത്തിയാക്കിയിട്ടുണ്ടാവും. ഭയങ്കര I think ഞങ്ങൾ ചെറുതിലേ പോലെ അങ്ങനെ കേട്ടോ. അച്ഛൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ 1 or 2 days ആണെങ്കിലും ആണോ? ഏതാ ബ്രേക്ക് 1 or 2 days ഉണ്ടെങ്കിൽ ഇരിക്കാം. 1 day ആണെങ്കിലും വരും. ആണോ? ആണോ? വെരി ഹോം സിക്നെസ് ആണ്. ഹോം സിക്നസ് I think his space. അതായത് ഹോം സിക്നസിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു his space. Yes. He loves being here അല്ലേ? Nice. See the clock? Nice, no? Yeah. ക്ലോക്ക് അതൊക്കെ എവിടുന്നാ? ഇതൊക്കെ മലേഷ്യ. ഓക്കെ. ക്ലോക്ക് ഈവൻ ഡിസ്പ്ലേസ് ഇത് കണ്ട കുറച്ച് കേരള എലിമെന്റ് വന്നാലും ഇത്രയും മോഡേൺ ഹൗസിൽ അതും ചേരുന്നുണ്ട്. ഭയങ്കര പഴയതാട്ടോ, ഭയങ്കര പഴയതാ. അതും അബ്രോഡ് ആയിരിക്കും അല്ലേ? AKP. ആണോ? അയ്യോ ഇത് കൊണ്ട് AKP കിട്ടുമോ? അന്തുന്നെ എന്തൊരു സന്തോഷം. അതിപ്പോ 38 ഞാൻ years. നമ്മളെ വെക്കുന്ന രീതിയിലാണ്. ഇറ്റ് ലുക്സ് സോ ന്യൂ. പക്ഷെ അച്ഛൻ എനിക്ക് പിന്നെ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ. ആണല്ലേ? വെരി ക്ലോസ് ടു ദം ഓൾ ദം. ഓ ബാംബി അപ്പൊ ഇതെല്ലാം AKPയുടെ നൈസ്. പോളങ്കിലെ ബ്രദർ മരിച്ചുപോയ ബ്രദർ ലാസ്റ്റ് അവരെ എപ്പോഴും വെച്ച് സ്ഥിരം പോയിട്ട് എടുക്കുന്നതായിരുന്നു. റെഗുലർ ആയിട്ട് പോകും. ഇത് ഡാഡിക്കും ഉണ്ടായിരുന്നു വീട്ടില് ഞായറാഴ്ച ആവുമ്പോ തട്ടല്ലേട്ടാ വിളക്ക് തേക്കല് അല്ലേ അമ്മി? എല്ലാ ഞായറാഴ്ചയും ഡാഡിക്ക് വിളക്ക് തേക്കണം. എല്ലാം വേറെ കാര്യം ടവല് തൂക്കിയിട്ടിരിക്കുന്ന കണ്ട ഹാൻഡ് ടവൽസ്. അതേ പോലെ ഇങ്ങനെ നോക്കി ഡീറ്റെയിലിന്റെ അങ്ങ് അറ്റാ. ഏതാ? വില്ലേജ് ഷോപ്പ് എന്നൊരു ഷോപ്പ് ഉണ്ട് ഇവിടെയോ? കൊച്ചിയില്. ഓക്കെ. പക്ഷെ അതൊക്കെ ആര് വാങ്ങുന്നതാ? അതും തോർത്ത് വരാം. ഇത് കണ്ടോ? ടിഷ്യൂ ഹോൾഡറാ? ടിഷ്യൂ ഹോൾഡർ. വെരി നൈസ്. ഇത് ഇവർ ഒരു പാൻട്രി ഏരിയ പോലെയാണ്. പക്ഷെ ഇതിന് തന്നെ ഇത് നല്ല ഇത് കണ്ട ഒരു UK കിച്ചൺ പോലെ ഇല്ലേ? ലണ്ടൻ ഹോം പോലെ ഉണ്ട്. അവിടെയല്ലേ കുക്കിംഗ് ഒക്കെ? അവിടെ കുക്കിംഗ്, അവിടെ സർവിങ്. ഇവിടെ ജസ്റ്റ് ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പൊക്കെ used to do stuff here. ഒന്നുമില്ല. ഈ കിച്ചണിന്റെ സാധനങ്ങൾ വരെ അങ്കിളാ വാങ്ങിയിരിക്കുന്ന ഡീക്കോസ് അതും. എനിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പറയാ. ഞാൻ ഇനി അത് ഇറക്കാൻ പോവാ. ഞാൻ വാങ്ങിക്കോളാം. അങ്ങനെ ക്ലീൻ ചെയ്ത് തുടച്ചു വെച്ചോളാം. എന്നെ കൊണ്ട് നടക്കില്ല.
ഇപ്പൊ ഞങ്ങള് മേളില് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിയക്ക് ഫുൾ ഇൻചാർജ് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ചനങ്ങളുടെ സജഷൻ എടുത്ത് ചെയ്ത വീട് മറ്റേ ലൈഫ് ലോങ് ഇതായിരിക്കും കേട്ടാ. ചേച്ചിക്കുണ്ട് നല്ല ടേസ്റ്റ്. അതാ ഡിസൈനിങ് ചെയ്യുന്നോണ്ട് ഇന്തോനേഷ്യൻ അങ്ങനത്തെ ഒരു ബാലി ടൈപ്പ് ഓഫ് ഹൗസ്. ബാലി ടൈപ്പ് ഓഫ് വന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ അങ്കിൾ ചൈനയിൽ പോയിട്ടുണ്ടോ? ദുബായിന്ന് വാങ്ങിച്ചത്. ഓക്കെ. അതിനാണ് പക്ഷെ നല്ല അതിന് മേലെ കിട്ടേക്കുന്നത് കാണില്ല. എത്ര വർഷമായപ്പോ ചൈനീസ് ആണോ എന്ന് പറഞ്ഞിട്ട് ലൈഫ് ഒന്നും ഇല്ലല്ലോ. ഇതും ചൈനയാണ്. ഈ ഫുൾ ക്യാബിനറ്റോ? വേണ്ട. അപ്പൊ നല്ല ക്വാളിറ്റി ചൈന സാധനം വാങ്ങിയാൽ ലൈഫ് ലോങ് നിൽക്കും. അതാണ് അതിന്റെ എക്സാമ്പിള്. ഇത് നോക്ക്, ഇതൊക്കെ ഭയങ്കര പഴയതാന്ന്. മാറ്റിക്കൊണ്ടിരിക്കുവോ? ഏജിന്റെ സൈനേ ഇല്ല കേട്ടോ. ദാറ്റ് ഈസ് സംതിങ് സോ യൂണിക്. ഏജിംഗ് because they keep ഒരു 1 year 2 year ആവുമ്പോ they keep changing the colors. 1 year ഒന്നുമല്ല, അപ്പൊ ചേഞ്ച് ഈ ഇടയ്ക്ക് ഫുൾ മാറ്റി കേറി വരുമ്പോ തന്നെ കിഡിലൊരു ഹാള് കാണാവേ. ഈ കുക്കു ക്ലോക്ക് എവിടെന്നാന്ന് ചോദിക്കണം അങ്കിളിനോട്. ആൻഡ് ദെൻ യു ഹാവ് ദ ബ്യൂട്ടിഫുൾ ലൈറ്റിംഗ്. ഒരു സാധനം കുറേ പഴയ സാധനങ്ങളുണ്ട്, പക്ഷെ ഒന്നിനും നമുക്ക് ആ ഏജ് തോന്നിക്കില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുക. റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യായിരിക്കും. ഫയർ പ്ലേസ് വരെ ഉണ്ട്. നോക്കൂ. അല്ല, അത് ഫയർ പ്ലേസ് ആണ്. ഇത് ഫയർ ഇങ്ങനെ മാറ്റിയിടാനുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഇവിടെ തന്നില്ല. അവർക്കുണ്ടായിരുന്നു ഇങ്ങനത്തെയൊക്കെ. അയ്യോ, അന്തനോട് ഈ സാധനങ്ങളൊക്കെ വീണ്ടും ഇറക്കാൻ പറയണല്ലോ. ആ പിന്നെ ഇത് നോക്ക്, ഇങ്ങനത്തെ സാധനം വേറെ എവിടെയും കിട്ടില്ല. അന്തനൂലും അറിയില്ലായിരിക്കും ഇതൊക്കെ കിട്ടുന്നത്. അപ്പൂപ്പന്റെ അദ്ദേഹമാണ് അവിടുന്ന് ഒരുപാട് രാജസ്ഥാൻ. ഓ ഓക്കെ. ഞാൻ വന്ന ഉടനെ തന്നെ നമ്മളങ്ങ് മാറ്റി. അന്ന് അപ്പൂപ്പനും ഇരിക്കുന്ന സമയത്ത് അതൊക്കെ അച്ഛൻ അപ്പ പോയ അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് 31 വർഷമായ ബുദ്ധ. അതെ, AKP ചിലപ്പോ മറ്റേ വൈറലാവും കേട്ടാ. അതെ. ഈ ചില്ലി എവിടുന്നാ വാങ്ങിയ? മുളക് കണ്ടാ? അത് ഇറ്റലിന്നാ. നമ്മള് വാങ്ങിയ ഇറ്റലിന്നാ. അങ്കിളിന് സിനിമയുടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അങ്കിള്? സിനിമ സിറ്റിന്നോ അങ്ങനെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷന്? അതല്ല, ഇതുപോലെ കളക്ടബിൾസ് എന്തെങ്കിലും പ്രോപ്സ് ഒന്നും ഇല്ല. അവാർഡ്സ് ഒക്കെ അപ്പൊ എവിടെ വെച്ചിരിക്കുന്നത്? ഷീൽഡാണ് കൂടുതലും. പണ്ടാണ് അവാർഡ് ഷീൽഡ് 100 ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടല്ലോ. പഠിച്ചോണ്ടിരിക്കുവന്ന്. കൊള്ളാലോ. ഓ, ഇത് പ്രിയ കൊറേ കാലം നോക്കുന്നുണ്ട്. അതെവിടെ ഇതൊക്കെ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടെങ്കില്? ആഫ്രിക്കൻ കളക്ഷൻ ആണത്. അന്നത്തെ കാലത്ത് ആലോചിച്ചൊക്കെ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആഫ്രിക്കയിൽ നിന്നാണ്. ആദ്യം കേട്ടോ ലൈബ്രറിയിൽ ഇഷ്ടമുള്ള ബുക്ക് എടുക്കാട്ടോ. ഇതെങ്ങനെ ഇതൊക്കെ പറയാൻ ഇങ്ങനത്തെ ഒരു ബുദ്ധ നമുക്കില്ലായിരുന്നു ഏകദേശം. ബുദ്ധയുടെ ഓക്കെ. ആന്റി ജിമ്മിൽ പോവാണ് കേട്ടാ. ഇത് നോക്ക് പ്രിയ, സ്വാഡിന്റെ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നു? ഇത് എന്നാലും ഹൈദരാബാദ്. ഓക്കെ. ഇതെന്ത് സെറാമിക് ആണോ? ബ്രാസ് ആണോ? ബ്രാസ് അല്ല, പോർസലിൻ പോലെയുണ്ട് അല്ലേ? ഓക്കെ. മേളി വന്നാലും എസ്തെറ്റിക് കോർണേഴ്സ്. ഇത് നോക്ക്, ബോട്ട് പോലത്തെ സോഫ. ഇതൊക്കെ ഇവിടുത്തെ കിട്ടുന്ന ഐഡിയ അങ്കിള്. നമുക്ക് ഒരു റൂം അല്ലെങ്കിൽ ഒരു കോർണർ ഒക്കെ സ്പെഷ്യലായി കണ്ടിട്ടുണ്ട്. ഇത് എല്ലാ കോർണേഴ്സും ഫുൾ ഹൗസ് സ്പെഷ്യൽ. അത് കൊറേ കേട്ടിട്ടുണ്ട് ഞാൻ. ഇൻസ്പിറേഷൻ ആണ്. ആ സത്യം. അത്
ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷെ പിറ്റേ ദിവസം അമ്മ ഭർത്താവിന്റെ ശല്യം കുട്ടികളുണ്ടെങ്കിൽ പറ്റത്തില്ല. പിന്നെ അതൊക്കെ വെറുതെ വിചാരിച്ചല്ലോ നടക്കും. ഇപ്പൊ ഞാൻ ഒതുക്കി വെക്കാൻ അതെ, പോകുന്നില്ല. ഒതുക്കി വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാം. ഇതിനെ കൊണ്ട് ഒന്നും ഞാൻ തൊടാൻ സമ്മതിക്കില്ല. അത് ഞങ്ങൾ ഇന്നലെ ഡൊണേറ്റ് ചെയ്തു. കൊറേ കൊടുത്തു. അത് വെച്ചിരിക്കുന്നതാ ഗ്ലാസ്സില്. ആ വെക്കുന്ന സ്റ്റാൻഡ് വരെ എത്ര ആലോചിച്ചിട്ടായിരിക്കും നമ്മള് ചെയ്യുന്നത് അല്ലേ? അല്ലേ, വെറുതെ എവിടെയെങ്കിലും വെക്കുന്നുണ്ടോ അങ്കിളോ? ഓരോ കോർണേഴ്സ് വരയ്ക്കും. സ്വാതി എന്ന് പറയുന്നത് അങ്കിളിന്റെ രണ്ടാമത്തെ മോള്. ഓക്കെ, ആ സ്വാതിന്റെ റൂമായിരുന്നു. ഓക്കെ. സ്വാതി വരയ്ക്കും. ശ്വേത വരയ്ക്കോ? എല്ലാവരും വരയ്ക്കും. അതിനുള്ള പേഷ്യൻസ് ഇല്ല. എല്ലാരും ടാലന്റഡാ കേട്ടോ, ഫുൾ ഫാമിലി ആർട്ടിസ്റ്റാ. ഇതൊക്കെ വരച്ചിരിക്കുന്ന നോക്ക്. ഇതെല്ലാം സാധി ഓ, ഇപ്പഴും വരയ്ക്കോ? സ്വാതി is into designing now. ആണോ? ആ, ഓക്കെ. She's മറ്റേ അതിന്റെ ബ്രാൻഡ് എന്താ ഇറക്കിയില്ല? ബ്രാൻഡ് ഇറക്കിയില്ലേ? സോ ഫാർ സോ ഗുഡ്. സ്വാതി നീതാമ്പാനിയുടെ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ഓ, ഓക്കെ. ഇതൊക്കെ അങ്കി കൊണ്ടുവന്നാണോ? നൈസ് നോ. ഈ ഡോറിന് തന്നെ കണ്ട ഒരു ഫ്രഞ്ച് ഡോർ പോലെ ഏത് ഇതോ? പോസ്റ്റർ അല്ലേ ഇത്? ആ, അതെ, പെയിന്റിംഗ് ബൈ ക്രിസ്. ഓ, അതും അമേരിക്കന്നല്ലായിരിക്കും, ലണ്ടൻ. ഓക്കെ. ഇവളുടെ അവാർഡ് റൂംസ് മനസ്സിലായി. അതെ, ഇവിടെ കാണാം. അവാർഡ്സ് അല്ലേ ശരിക്കും ഡിസ്പ്ലേ ഉണ്ട്. ഇത് അവാർഡ്സ് ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അവാർഡ്സ് ഒക്കെ അത് നോക്ക്, സാധാരണ ഇതെല്ലാം ഒരു ഷോക്കേസ് ആക്കി വെച്ച് വെക്കേണ്ടത്. എല്ലാം ഉള്ളിലാ വെച്ചിരിക്കുന്ന അവാർഡ്സ്. സത്യ ഇത്രയും കിട്ടിയിട്ടില്ലേ? ഇതിനകത്തൊക്കെ ഇരിക്കുന്ന നമ്മള് ഒരു 10 മദ്രാസിലുണ്ട്. ഓ, പണ്ടൊക്കെ 25 ദിവസം 50 ദിവസം കൊടുത്ത് ഒരു ഷീൽഡ്. അതാ എല്ലാ ഷീൽഡ് ടൈപ്സ് ഒക്കെ ഉള്ളല്ലേ? അവാർഡ്സ് വളരെ കുറവാണ്. ഓക്കെ. അതൊക്കെ മറ്റേ സാധനങ്ങള് ഫിലിം ഫെയർവെൽ അത് ആണുങ്ങൾ വാങ്ങിച്ചു പോകും. ഇത് റൂം. ഇത് സ്വാതിന്റെ റൂമൊന്നും ഇല്ല. എല്ലാ റൂമായിരുന്നു. എല്ലാ സാധനങ്ങളും സ്റ്റോറേജ് സ്പേസ്. എന്തൊരു ഏരിയ. ഈ വാൾപേപ്പർ ഒക്കെ പിള്ളേരുടെ സെലക്ഷൻ ആണോ അതോ അങ്കിളിന്റെ ആണോ? വെരി നൈസ്. അതിനോട് മാച്ച് ചെയ്ത വാർഡ്രോബ്സും ചെയ്തു വെച്ചിരിക്കുന്നു. ആ സെയിം വാൾപേപ്പർ തന്നെയാണ് വാർഡ്രോബ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓ, വെരി നൈസ്. ഇത് ഫുൾ വൈറ്റോ അല്ല പ്രിയ? മിറേഴ്സ് ഒക്കെ കണ്ട ആ വൈറ്റ് ഫ്രെയിമിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളായിട്ട് യൂസ് ചെയ്തു. വേറെ ഏത് റൂമിൽ ഇരുന്നല്ലേ? ഏത് വാർഡ്രോബോ? സെറ്റ്. ആ ഫ്രെയിം അത് വേറെ എന്തോ എവിടെ വെച്ചാ. ഓക്കെ. ഇങ്ങോട്ട് മാറ്റിയത് വേറെ സ്റ്റൈലിലൊക്കെ ആക്കിയത് വേറെ യൂട്ടിലൈസ് ചെയ്യും. അതാണ്. കളഞ്ഞിട്ടുണ്ടോ സാധനങ്ങൾ ഇങ്ങനെ പറ്റാതെ അല്ലെങ്കിൽ മാച്ച് ചെയ്യാതെ? അല്ല, മാച്ച് ചെയ്യേണ്ട അങ്ങനെ കളഞ്ഞില്ല. അച്ഛനെല്ലാം വേറെ റൂമിൽ ഒരു ഫയർ സ്പേസ് പോലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അച്ഛന്റെ റൂമില് ഓക്കെ. അത് പണ്ടത്തെ വീട്ടിലെ ഫയർ സ്പേസ് ആയിരുന്നു. ഇതേപോലെ തന്നെ. ഓക്കെ. അത് അച്ഛൻ അത് അതിന്റെ മേലത്തെ ടോപ്പൊക്കെ എടുത്തിട്ട് വെച്ച് അതിന്റെ അടിയിൽ സാധനങ്ങളൊക്കെ മാറ്റി വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. ഓറ് ഇത് മമ്മിയുടെ വീട്ടിലില്ല ഇങ്ങനത്തെ ഒരു ഓറ് അല്ലേ? വേറെ കളറാന്നേ ഉള്ളൂ. ഓ, റൂമായിരുന്നു. നൈസ്. ഇവിടെയും പെയിന്റിംഗ് ഉണ്ട്. ഇതും പെയിന്റിംഗ്. എല്ലാം കൊറേ ട്രങ്ക്സ് ഉണ്ടല്ലോ. പിന്നെ ചേച്ചിയുടെ അച്ഛന്റെ എന്തോ റിട്ടയർമെന്റ് ആണ്. എനിക്കൊന്നൊരു 5-6 ട്രങ്ക്സ് ഉണ്ട് ഈ വീട്ടില് കേട്ടോ. ആ, അപ്പൊ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രങ്ക് വാങ്ങിച്ച് പഴയ സാധനങ്ങളൊക്കെ ഇടാം. അല്ല, അതുപോലെ ഇതുപോലെ ടോയ്സ് ഒക്കെ വേണമെങ്കിലും ഇടാലോ. അതൊക്കെ കറക്റ്റാ ചെയ്യണം. എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം ഇതുപോലെ. ഭക്ഷണം കഴിക്കാനേ അവർക്ക് നേരമില്ല. അതിന് ഇതുപോലത്തെ ഒരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയ ഞങ്ങൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ അന്നോട്ടേ ഈ ശ്വേതയും സ്വാതി ഒക്കെ ലക്കിയാ തോന്നുന്നു ഒരു സെപ്പറേറ്റ് ഏരിയ കിട്ടി ഫുൾ. അല്ലേ, ഇതൊക്കെ പണ്ടേ ഉള്ളതല്ലേ ഞങ്ങളെ? ഓക്കെ.
ഓ ഓ, ഇതൊക്കെ പണ്ട് അന്നേ ഉണ്ടോ? 18 years മുമ്പേ പാർട്ടീഷൻ ഒക്കെ ഉണ്ട്. ഓ, ഇതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വരച്ചു കൊടുത്ത് ഇന്റീരിയർ ഡിസൈനർ ഉണ്ടായിരുന്നോ വേറെ? ഇല്ല ആരുണ്ടായിരുന്നില്ല. എനിക്ക് ചെറുപ്പം മുതലേ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അങ്കിളിന് എക്സ്പോഷർ ഒക്കെ ഇവിടെ കിട്ടിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു 18-20 years ഹൗസിനൊന്നും ഒരിക്കലും ഇതുപോലത്തെ ഒരു പാർട്ടീഷൻ കണ്ടിട്ടേ ഇല്ല. ഓ വെരി നൈസ്. ഈ അങ്കിൾ ഉണ്ടല്ലോ 18 years ആയിന്നല്ലേ പറഞ്ഞ ഹൗസ്, അന്നേ മറ്റേ ശവ പാർട്ടീഷൻ ഉണ്ട്. പിന്നെ പുതിയതായിട്ട് പണിതൊന്നും അല്ല. ഇല്ല, ഇതൊരു മറ്റൊരു കോഫി കോർണർ പോലെ ചെയ്തു വെച്ചിരിക്കുന്ന അങ്കിള്. നൈസ്. ഇവിടെ ഇരുന്ന നമ്മുടെ ഏരിയയും കാണാം, നമ്മുടെ ഷോപ്പും കാണാം അങ്കിളിന്. ഓർപ്പിക്കും ചെടി വെള്ളം നിറയ്ക്കണം. ഷൂട്ടിങ് പോയാലും പട്ടി ഉണ്ടെങ്കിലും പട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കൊടുക്കണം. അല്ല, ചെടികളൊക്കെ നനയ്ക്കണമെങ്കിലേ ഒരു 1 hour ഇത് നമ്മൾ ഒരു ഏത് മലയാളികളാണ് ഒരു പച്ചപ്പുണ്ട്. അതെ, അറിയാലോ വീട് നമ്മുടെ വീട് അറിയാലോ. ഫോർ എക്സാമ്പിൾ ഒരു ചെടി ഒരു കാട്ടിന്റെ ഉള്ളിലാണ് വീട്. അതെ, മമ്മിയുടെ വീട്. അങ്കിള് പക്ഷെ പോയി കഴിഞ്ഞാൽ ചെടികൾ പാടുന്നു. അല്ല, അങ്കിള് എവിടെയും പോവാൻ തന്നെ ടെൻഷനാ. ചെടിക്ക് വെള്ളം അല്ലെങ്കിൽ ഓർപ്പിക്കും, എല്ലാവരും വെള്ളത്തിൽ ഓർപ്പിക്കും. ഇന്ന് ഡോഗ്സ് ഉണ്ടായിരുന്നപ്പോഴും ഇഷ്ടപ്പെട്ട പോകുന്ന ഭയങ്കര അവർക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് nobody understands them. ഇപ്പോഴത്തെ മേജ് ഒന്നും അവര് നോക്കില്ലല്ലോ. ഇത് നോക്കി, ഇവിടെ ഒരു സ്കൈലൈറ്റിന്റെ ഏരിയ പോലെ ഉണ്ട്. ഇന്ന് മേളിലപ്പോ ഈ ഉണ്ടോ? ടെറസ് ഉണ്ട്. ഓ, പച്ചക്കറി ഫാമും ഉണ്ടെന്ന്. ഇതൊക്കെ ദുബായിൽ നിന്ന് അങ്കിള് മാതാവന്മാര് വാങ്ങിയതാണ്. ഷംഷീറിന്റെ മേളിലും കണ്ട ബുദ്ധയുടെ ഹെഡും ഉണ്ട്. നല്ല ഭംഗിയല്ലേ? പ്രിയ, സ്നാക്ക് എന്താന്ന് കണ്ട? യെല്ലോ ജിലേബിയാ ഫേവറേറ്റാ. മട്ടാഞ്ചേരിന്ന് മറ്റേ ഫേമസ് സ്വീറ്റ് ഓ, ഗുജറാത്തി സ്വീറ്റ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ നല്ലതാണ്. അതും ഇതും കൂടെ എടുത്ത് ചെയ്യണം. അത് ഗാട്ടിയാണോ? ഗാട്ടി എന്റെ ഫേവറേറ്റാ. കോമ്പിനേഷൻ എന്താ അങ്കിള് ഫിഷറികള് പേരെന്താ? അയ്യോ, ആർക്കും അറിയില്ലായിരിക്കും. അങ്കിളിന് ഓർമ്മയുണ്ടോ? മോഹൻദാസ് ഗാന്ധി പരിചയം. ആ, അതിന്റെ ട്രിബ്യൂട്ട് ആയിട്ടാണോ? ആരെ പേരിട്ടെന്ന് പറയാ? കൃഷി മാമൻ. ഓ, തിക്കൃഷി. അത് കുഞ്ചൻ. കുഞ്ചനാണ് തിക്കൃഷി. പേരിട്ടു. ഓക്കെ, കുഞ്ചെന്നുള്ള പേരിട്ട് ഒരുപാട് പേർക്ക് ജയഭാരതി, ജോസ് പ്രകാശ്, ഇവർക്കൊക്കെ അവർക്കെല്ലാം പ്രിയദർശനം. പ്രിയദർശനും പേരിട്ടതാ? ഓ, മമ്മൂക്കൊക്കെയോ അങ്ങനെയാണോ? അല്ല അല്ല, നിങ്ങൾ എന്നോട് ഇതെടുത്ത് കഴിക്കാൻ പറയാ, ഞാനാണെങ്കിൽ അതെടുത്ത് കഴിക്കും ചെയ്യും സ്വഭാവം വെച്ച്. പ്രിയ, ഡാഡിയും അല്ല മീൻ അന്തുന്റെ ഡാഡിയും കുഞ്ചിനങ്ങളും കൂടെ കൂടുമ്പോ ഞാൻ പോയി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. അല്ലേ, എനിക്കൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതുപോലെ ആയിരിക്കുമല്ലോ ഡയലോഗ്സ്. അതെ, ആ, അന്തുന് പിന്നെ ഒരു ഉണ്ടെങ്കിൽ വ്ളോഗ് മറ്റേ ലൈവ് ആണ്. ആ, മേരിയാനുണ്ടെങ്കിൽ അന്തുന് സംസാരിക്കാൻ പറ്റില്ല, അത്രയാ മേരിയാന്റെ സംസാരിക്കാനുണ്ട്. രണ്ടുപേരും പെർഫെക്റ്റ് മാച്ചാ. ആ, ശരി, ഞങ്ങളൊരു ട്രിപ്പിന് എന്തെങ്കിലും പോയോണ്ടല്ലോ, ഇവര് രണ്ടുപേരും ഉണ്ടെങ്കിൽ ആ ട്രിപ്പ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി തിരിച്ചിറങ്ങുന്നവരെ ബോറിംഗ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല. ഒരു ദിവസം ഫുൾ റൂമിലായി പോയി, അല്ലെങ്കിൽ ഒരു ദിവസം എവിടെങ്കിലും പോയിരുന്നു, നോ ഇഷ്യൂസ്. രണ്ടുപേരും കൊടുത്തോളൂ ലൈവ്. അതെ, അതിന് മുമ്പ് ഒരു ഫോട്ടോ കോർണർ നോക്കാം. എവിടെ നോക്കിയാലും ഫോട്ടോ കോർണർ ആണല്ലോ. എല്ലാ സ്ഥലവും ഫോട്ടോ കോർണർ തന്നെയാ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ. ഓക്കെ, ഇവിടെ നിൽക്കാൻ തോന്നുന്നല്ലേ? അല്ലെങ്കിൽ ഇവിടെ നിന്നാ കിട്ടില്ലേ? പറ്റിയാ വരും. Okay, thank you uncle for welcoming us to this beautiful home. കുറെ ഇൻസ്പിറേഷനും ഉണ്ട്. അപ്പൊ അങ്കിളും പോളങ്ങളും കൂടെ വരും, ഞാനും അന്തും കാണും. അതെ, ഹൈലൈറ്റ് അതായിരിക്കും. ഒരു ദിവസം
maybe you guys can plan. Yeah, we'll do that. എല്ലാരും കൂടെ ഒരുമിച്ച് കൂടാ. Yeah. You also should come. അതുകൊണ്ടല്ലോ. Okay. Thank you, uncle. Thank you so much. വന്നൊരു സന്തോഷം. Thank you. Take care, okay? കണ്ടിറങ്ങിയിട്ട് കഥകളും ഇതാണ് ആക്ച്വലി ഒരു ഫുൾ അൺഎഡിറ്റഡ് വ്ളോഗ് എടുക്കട്ടെ. പക്ഷെ നമ്മൾ സംസാരിച്ചൊന്നും എടുത്തില്ല. ഒരു 2 മണിക്കൂർ എടുത്താലും ആൾക്കാർ ബോറടിക്കാതെ കാണും. മമ്മി കണ്ടാ വീട്? ആ, ഞാൻ പണ്ടേ കണ്ടിട്ട് പൊടി പിടിക്കാതൊക്കെ വെച്ചിരിക്കുന്ന കണ്ടാ? വന്നൊന്നും തുടച്ചതാ. കൈ രണ്ടും കണ്ടോ? അതൊക്കെ കണ്ട്. അടിപൊളിയായിരുന്നില്ലേ വീട്? ഇൻസ്പിറേഷൻ ആയാ? പുതിയ വീട് വെച്ച് ഡെക്കറേറ്റ് ഇതുപോലെ മെമ്മറീസ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? അതിനാണ് ഞാൻ ആര് റിയലി? പിന്നെ റിയലി മമ്മി ഉണ്ടാക്കാൻ പോവാ വീട് പുതിയത്. സാധനങ്ങളൊക്കെ ഞാനല്ല. കേക്ക് അതിനാണ് ഇപ്പൊ ഞാൻ സാധനങ്ങളൊന്നും പുറത്തോട്ട് ഇറക്കാത്തത്. പുതിയത് പണിയുമ്പോ സൂക്ഷിച്ച് അവിടുന്ന് തുടങ്ങും അങ്ങോട്ട്. ഓ, ഇതും പ്രിയയുടെ ഡെക്കറേഷൻ ആണ് കേട്ടാ. ക്രിസ്മസ് ഒക്കെ ആയ സ്ഥിതിക്ക് ഇത് നമ്മുടെ ഷോപ്പ് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ട്രീ ഒക്കെ വെച്ചല്ലോ നമുക്ക് തുടങ്ങി. ഓ നൈസ്. നമ്മുടെ പപ്പാനി ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റായി തുടങ്ങി. അടിപൊളി. വീട് പണിയുമ്പോ എന്തായിരിക്കും നമ്മുടെ എക്സിബിഷൻ? എന്തായിരിക്കും? പിന്നില്ല. അതെ, ഇതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിരിക്കും. ലൈറ്റ്സ് ഒക്കെ ആയിട്ട് പൊളിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാരും എക്സിബിഷന് വരിക. December 6 and 7 കുഞ്ചനങ്ങളും വരും. തൊട്ടടുത്ത അവന്യൂ സെന്ററിലാണ്. അപ്പൊ അവിടെ വെച്ച് കാണാം. Hopefully guys enjoyed this vlog. I think it will be one of the most loving homes in Kerala. അല്ലെ, അത്രയും ലവ് വെച്ചുണ്ടാക്കിയ ഒരു ഹോമാണ്. സോ നമുക്കത് വ്ലോഗ് ചെയ്യാൻ കിട്ടിയതും ഒരു ഭയങ്കര നല്ലൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അതെ, സമയം വന്നത് അതാണ്. അപ്പൊ അങ്കിള് പറയുന്നല്ല എല്ലാം ബ്ലെസ്സിങ് എന്ന് പറയുന്നല്ല, ഇതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ നമുക്ക് വേറെ നല്ല വ്ലോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി.